എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്? സമ്പത്താണോ? വലിയ വീടുകളോ ആഡംബര വാഹനങ്ങളോ ആണോ? വലിയ ബിൽഡിങ്ങുകളോ ഷോപ്പിംഗ് മാളുകളോ ആണോ? അതല്ലെങ്കിൽ പ്രശസ്തിയാണോ? അല്ല, സത്യത്തിൽ ഇതൊന്നുമല്ല ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. ഇതൊക്കെ വിലപ്പെട്ടത് തന്നെയാണ്, പക്ഷേ ഇതിനേക്കാൾ വിലപ്പെട്ട മറ്റൊന്നുണ്ട്. അതാണ് മനസ്സമാധാനം. നേരത്തെ പറഞ്ഞ എല്ലാം ഉള്ള ഒരാൾക്ക് മനസ്സമാധാനമില്ലെങ്കിൽ അതൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അയാൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല. മറിച്ച് ഇതൊക്കെ ഇല്ലെങ്കിലും മനസ്സമാധാനമുള്ള ഒരാൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? നമുക്ക് ചിലപ്പോൾ ജീവിതം പ്രതികൂല സാഹചര്യത്തിലായിരിക്കാം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? സത്യത്തിൽ പ്രശ്നങ്ങളോ ജീവിത സാഹചര്യങ്ങളോ അല്ല നമ്മുടെ മനസ്സമാധാനം നശിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സമാധാനം നശിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകളെ നേരെയാക്കിയാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് നാം നമ്മുടെ ചിന്തകളെ ശരിപ്പെടുത്തുക? അതിന് ചില വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ താഴെ ഉള്ളവരിലേക്ക് നാം എപ്പോഴും ഫോക്കസ് ചെയ്യുക. നമ്മേക്കാൾ മുകളിലുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. നമുക്ക് എന്താണോ ഉള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക, ഇല്ലാത്തതിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. നമ്മുടെ സാധ്യതകളിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ നമ്മുടെ ചിന്തകളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുന്നതിലൂടെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി ആരും ഇല്ല എന്ന സത്യം നാം തിരിച്ചറിയുക. നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കും മറ്റുള്ള ആളുകൾക്കൊരു പ്രശ്നവുമില്ല, അവർ എപ്പോഴും സന്തോഷത്തിലാണ് എന്ന്. പക്ഷേ നാം അവരുടെ ജീവിതം പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരുപക്ഷെ അവരെക്കാൾ സന്തോഷം അനുഭവിക്കുന്നത് നമ്മളാണെന്ന്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല ചിന്തയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫൈസൽ വിലാതപുരം.